ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. പുതിയൊരു ചിഹ്നം പഠിക്കാം. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ കൂടെയാണ് പഠിക്കാനുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൊച്ചു കൊച്ചു വാക്കുകൾ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ ചിഹ്നങ്ങളും കൂടെ ആവശ്യമാണ്. ചില വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ ചിഹ്നങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ചില ചിഹ്നങ്ങൾ ടീച്ചർ ഒന്ന് ചേർത്ത് വെക്കുന്നത്. ഈ ചിഹ്നങ്ങളുടെ സഹായത്തോട് മാത്രമാണ് ആ വ്യഞ്ജനാക്ഷരങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ചിഹ്നങ്ങൾ ചേർത്ത വാക്കുകൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വാക്കുകൾ കിട്ടും, പരിചയപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ചിഹ്നങ്ങൾ ടീച്ചർ ഒന്ന് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി അക്ഷരങ്ങൾ കുറച്ചും കൂടി ഉള്ളു തീരാനായിട്ട്. അത് ഈ ചിഹ്നങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചിഹ്നം ടീച്ചറോട് എഴുതിയിട്ടുണ്ട്. വേണ്ട, ഇങ്ങനെ ഒരു ചിഹ്നമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും അല്ലേ. ഇത് അത്രയും സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇവിടെ വരുമ്പോൾ കണ്ടാ, ശ്രദ്ധിച്ചു നോക്കിയേ, ഇങ്ങനെയല്ല നമ്മൾ എഴുതുന്നത് അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോർഷൻ വേണ്ട. എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതിയാൽ മതി. കണ്ടാ, ഇത് അതിന് മുന്നേ ഒരു കാര്യം ടീച്ചർ പറയട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു ചിഹ്നമാണ് പഠിച്ചത് അല്ലേ. ഇത് പറയുന്നത് യാ എന്ന ചിഹ്നമാണെന്ന് പറഞ്ഞു. നമ്മൾ ടീച്ചർ എഴുതി കാണിച്ചില്ലല്ലോ. കണ്ടാ, ഈ ഒരു പ്രൊനൗൺസിയേഷൻ, ആ ഒരു ഉച്ചാരണത്തിലാണ്, ഈ അക്ഷരത്തിന്റെ ഒരു ഉച്ചാരണത്തിലാണ് ഈ ചിഹ്നം വരുന്നത്. യ അല്ലേ. യ, ക് പ്ലസ് യ ക്യ, പ് പ്ലസ് യ പ്യ. കണ്ടാ, ക് യ. അപ്പൊ എങ്ങനെ വരുന്നു? കണ്ടാ, ക്യ. കണ്ടാ, ഇതിപ്പോ പഠിക്കണ്ട, ടീച്ചർ അറിയാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ഒരു ശബ്ദം അല്ലെ. ഇത് പറയുന്ന പോലെയല്ലേ നമ്മൾ ഈ ചിഹ്നം ഉച്ചരിക്കുന്നത്? യ, പ്യ, ത്യ, വ്യ അല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് പഠിപ്പിക്കുന്ന ഈ ചിഹ്നം നമ്മൾ ഉച്ചരിക്കുന്നത് ഈ ഒരു അക്ഷരത്തിന്റെ ശബ്ദത്തിലൂടെയാണ്. മനസ്സിലായോ? റ, റ. അത് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഈ ചിഹ്നം ചേർത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതാം. റ എന്ന് പറയുന്ന ഈ ഒരു അക്ഷരത്തിന്റെ ശബ്ദത്തിലാണ് നമ്മൾ ഈ ചിഹ്നം പ്രൊനൗൺസ് ചെയ്യുന്നത്, ഉച്ചരിക്കുന്നത്. എഴുതാം, അപ്പൊ മനസ്സിലാവും. ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. ഓക്കെ, നോക്കിക്കോ. കണ്ടോ, ഇതാണ് ചിഹ്നം. ഇനി ഈ അക്ഷരങ്ങൾ ചേർത്ത് നമുക്ക് എഴുതാം. ക. യായുടെ ചിഹ്നം നമ്മൾ ഈ ഭാഗത്താണ് എഴുതിയത് അല്ലെ. ഈ വശത്താണ് നമ്മൾ ഈ ചിഹ്നം എഴുതിയത്. റായുടെ ശബ്ദമുള്ള ചിഹ്നം എഴുതുമ്പോ ഇവിടെയാണ് എഴുതുന്നത്. കണ്ട, മനസ്സിലായോ? അപ്പൊ എന്താ? ക് പ്ലസ് റ, ക്ര. നോക്കിയേ, ക് പ്ലസ് റ എങ്ങനെ വരുന്നു? കണ്ടാ, ക്ര. കണ്ടാ, ക്ര. കിട്ടിയോ? ക്ര. അതുപോലെ ഓരോ അക്ഷരങ്ങളും നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ ഇത് ക്ര നമ്മൾ എഴുതി. അടുത്തത് ഏതാണ്? ട. തായാണ് എടുക്കുന്നത്. റ. ഡാ, ആ ചിഹ്നം നമ്മൾ എഴുതണം. അപ്പൊ ത് പ്ലസ് റ എന്താണ്? ത്ര. കിട്ടില്ലേ? മനസ്സിലായോ? യെസ്. അടുത്തത് പ. പ എടുക്കാം. പ, ഈ ചിഹ്നം റായുടെ ചിഹ്നം. അപ്പൊ എന്താ? പ്ര. മനസ്സിലായ? പ് പ്ലസ് റ എന്താണ്? പ്ര. കിട്ടിയാ? പ്ര. ഓക്കെ, യെസ്. അപ്പൊ നമ്മള്
റായുടെ ശബ്ദം ഉള്ള ആ ചിഹ്നം ഉപയോഗിച്ച് നമ്മള് അക്ഷരങ്ങൾ എഴുതി അല്ലെ? ക്ര, ത്ര, പ്ര അല്ലേ? ഇനി വാക്കുകൾ എഴുതിയാലോ? ഇതിപ്പോ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ള വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ചിഹ്നം ചേർത്ത് നമുക്ക് എഴുതാം. ടീച്ചർ എക്സാമ്പിൾ കുറച്ച് മാത്രം എടുത്തിട്ടാണ് എക്സാമ്പിൾ തരുന്നത് കേട്ടാ. ഇനി നമ്മൾ വാക്കുകളൊക്കെ പഠിച്ചും പറഞ്ഞും ഒക്കെ വരുമ്പോ ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കും. ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുമ്പോൾ ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കും. ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കുമ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ആ അക്ഷരത്തോട് ഈ ചിഹ്നം ചേർന്ന് വരുന്ന ശബ്ദത്തില് അത് ഉച്ചരിച്ച് പഠിക്കണം. മനസ്സിലായോ? ഓക്കെ, അതിനാണ് ഇതുപോലെയുള്ള ചെറിയ ഉദാഹരണങ്ങൾ തരുന്നത്. നോക്കുക, നോക്കിയേ. നമുക്കറിയാലോ ഈ അക്ഷരം ഏതാണ്? ച, ക, ക്ര അല്ലേ? ച അവിടെ നിൽക്കട്ടെ, നമുക്കറിയാവുന്നതാണ്. ക, റ, ക പ്ലസ് റ, അപ്പൊ എന്താ? ക്ര. അപ്പൊ എന്തായിരിക്കും? ക്രം. എന്താണ്? ക്രം. മനസ്സിലായോ? അപ്പൊ കൂട്ടി വായിക്കുമ്പോ ചക്രം. എന്താണ്? ചക്രം. കിട്ടിയോ? ചക്രം. ഓക്കെ. അടുത്തത് ത്ര. ഇതെന്താണ്? പ, ത, പറ. ത്ര. ഓക്കെ. ത് പ്ലസ് റ, ത്ര. എന്താണ്? ത്ര, അപ്പൊ എന്താണ്? ത്രം. ഓക്കെ. ഇനി ഇത് കൂട്ടി വായിച്ചേ. പത്രം. എന്താണ്? പത്രം. ഓക്കെ. അടുത്തത് ഇവിടെ എഴുതാം. ഓക്കെ. പ, പ് പ്ലസ് റ, പ്ര. ഓക്കെ. പ്ര, ആ. അപ്പൊ എന്താ? പ്ര. കിട്ടിയോ? പ, റായുടെ ചിഹ്നം. ഇപ്പൊ പ്ര, ആ, പ്ര. എന്താണ്? വ. ഇത് പഠിച്ചതാണല്ലോ. അപ്പൊ എങ്ങനെയാ? വ, വ്. ഓക്കെ. അപ്പൊ ഇതെന്താ? പ്രാവ്. എന്താണ് ഇത് പറയുന്നത്? പ്രാവ്. പറഞ്ഞേ. പ്രാവ്. ചക്രം, വീൽ. ടയർ അല്ലെ? വീൽ, ചക്രം. ഇത് പത്രം, ന്യൂസ് പേപ്പർ. അതാണ് പത്രം. പ്രാവ്. പ്രാവ് എന്താ? പ്രാവിന് എന്താ പറയാ? ഡൗ എന്ന് പറയും അല്ലെ? പ്രാവ് അല്ലെ? പ്രാവിനെ കണ്ടിട്ടില്ലേ? യെസ്. ഓക്കെ. അപ്പൊ ചക്രം, പത്രം, പ്രാവ്. കിട്ടിയാ? ഓക്കെ. യെസ്. അപ്പോ ചില ഈ വാക്ക്, റായുടെ ചിഹ്നം, ആ ഒരു ശബ്ദം വരുന്ന ചിഹ്നം, ചില ഉദാഹരണങ്ങൾ ചേർത്ത് നമ്മൾ അക്ഷരങ്ങൾ എഴുതി, അതുപയോഗിച്ച് നമ്മൾ വാക്കുകൾ എഴുതി. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഉദാഹരണം, കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ അത് പഠിപ്പിക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഈ ചിഹ്നം അല്ലേ? ഒന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ ക എഴുതുകയാണ്. അപ്പൊ ക പ്ലസ്, ടീച്ചർ നേരത്തെ പറഞ്ഞു ഈ ചിഹ്നം യാ എന്ന ശബ്ദത്തിൽ വരുന്നൊരു ചിഹ്നമാണ്. അപ്പൊ ഇതെങ്ങനെ എഴുതണം എന്നറിയോ? ശ്രദ്ധിക്കുക. ക പ്ലസ് യാ എന്താണ്?
ക്യാ. കണ്ട? യെസ്. അടുത്തത് ത് പ്ലസ് യ എങ്ങനെ വരും? ത്യ. ഓക്കെ. അടുത്തത് പ് പ്ലസ് യ എങ്ങനെയാ വരിക? യെസ്, പ്യ. കണ്ടാ? അങ്ങനെ വരും. ഇനി അടുത്തത് അപ്പൊ ഈ ചിഹ്നം നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെയാണ് ഈ ചിഹ്നം എഴുതുന്നെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ക് പ്ലസ് യ ക്യ, ത് പ്ലസ് യ ത്യ. കണ്ടോ? ഇവിടെ എല്ലാം കോമൺ ആയിട്ട് അല്ലെ, പൊതുവായിട്ട് വരുന്നത് യ എന്ന ശബ്ദമാണ്, വ്യഞ്ജനമാണ് അല്ലെ? ഓക്കെ. ഇനി നമ്മൾ ഇപ്പൊ പഠിച്ചത് ഏതാണ്? റ എന്ന് പറയുന്നതിന്റെ ചിഹ്നം അല്ലെ? അപ്പൊ ഇതെങ്ങനെ എഴുതണം എന്നറിയോ? ക് പ്ലസ് റ എന്താണ്? പറ. ക്ര. യെസ്, ക്ര. ത് പ്ലസ് റ എങ്ങനെയാ വരിക? ത്ര. പ് പ്ലസ് റ പ്ര. കണ്ടാ? ഇത് മാത്രം പ പ്ലസ് റ എന്ന് എഴുതിയാൽ ഇത് തെറ്റാണ്. ഇവിടെ എന്ത് വരണം? പ്. കണ്ടാ? എല്ലാത്തിലും ഇവിടെ വന്നിരിക്കുന്ന നോക്കിയേ. കണ്ടാ? ഈ ചിഹ്നം ചന്ദ്രക്കല ഇവിടെ വരണം. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? നോക്കിയേ. കണ്ടാ? ചന്ദ്രക്കല വന്നിരിക്കുന്ന കണ്ടാ? നമ്മള് ഏത് അക്ഷരമാണോ ചിഹ്നം ചേർത്ത് എഴുതുന്നത് ആ അക്ഷരത്തിന്റെ മുകളില് ചന്ദ്രക്കല വരണം. കണ്ടാ? കായുടെ മുകളില് ചന്ദ്രക്കല, തായുടെ മുകളില് ചന്ദ്രക്കല, ഇവിടെ പായുടെ മുകളില് ചന്ദ്രക്കല, എന്നിട്ട് യ അല്ലെ? ഇവിടെ യാ വന്നു. ഇവിടെ എന്ത് വന്നു? ഇവിടെ കോമൺ ആയിട്ട് എന്ത് വന്നു? റ വന്നു. കണ്ടാ? ക് പ്ലസ് റ ക്ര, ത് പ്ലസ് റ ത്ര, പ് പ്ലസ് റ പ്ര. കണ്ടാ? ഇങ്ങനെ ചന്ദ്രക്കല വരണം. അപ്പോഴാണ് എന്താവുള്ളൂ? പ് പ്ലസ് റ എന്തായി മാറുള്ള? ചിഹ്നം ചേർത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ വായിക്കാൻ പറ്റുള്ളൂ. പ്ര. ഓക്കെ, മറക്കരുത് കേട്ടാ. ശ്രദ്ധയോടെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ അടുത്ത ചിഹ്നവുമായിട്ട് നമുക്ക് വരാം. അപ്പൊ ഈ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും കൂടെ നമ്മൾ പഠിച്ച ചിഹ്നം, കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് പഠിച്ച 3 ചിഹ്നങ്ങൾ നമുക്ക് ഇപ്പൊ ഇവിടെ എഴുതാം. എന്താണ്? ചന്ദ്രക്കല ചിഹ്നം. അടുത്തത് യ. അത് നമുക്ക് ന്യൂസ് പേപ്പറിൽ പ്രിന്റഡ് ആയിട്ട് കാണുമ്പോ ഇങ്ങനെയും വരും. ഓക്കെ. അടുത്തത് ഏതാണ്? റായുടെ ശബ്ദമുള്ള ചിഹ്നം. അപ്പൊ എക്സാമ്പിൾ ഒന്ന് എഴുതിയാലോ? ത്. കണ്ടോ? ഈ ചിഹ്നം ചേർത്ത് ത്. അടുത്തത് ഇങ്ങനെ ത്യ. അത് ഇങ്ങനെയും എഴുതാം. കണ്ടോ? ഇങ്ങനെയും എഴുതാം. ഓക്കെ. അടുത്ത ഏതാണ്? റായുടെ ശബ്ദമുള്ളത്. അപ്പൊ എങ്ങനെയാണ്? കണ്ട? 3 ചിഹ്നങ്ങളാണ് നമ്മള് എക്സ്ട്രാ വരുന്ന സ്വരാക്ഷരങ്ങളുടേതല്ലാതെ പഠിച്ച ചിഹ്നങ്ങളാണത്. മനസ്സിലായോ? സ്വരാക്ഷരങ്ങൾ ആ തൊട്ട് ആ വരെ പഠിച്ചു. അത് കൂടാതെ പഠിച്ച 3 ചിഹ്നങ്ങളാണത്. കിട്ടിയില്ലേ? റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, സ്റ്റോറി ബുക്കുകൾ വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കുക, ഇല്ലെങ്കിൽ സ്റ്റോറി ബുക്സ് വായിക്കുക മലയാളത്തിന്റെ. അപ്പൊ ഇതുപോലെയുള്ള ഇഷ്ടം പോലെ എന്താണ് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും, കൂടുതലായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.